ചീറിപ്പായുന്ന ബൈക്കുകൾ കവർന്നെടുക്കുന്ന ജീവനുകൾ. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ കറ്റാനത്ത് മക്കളെ സ്കൂളിൽ വിട്ട ശേഷം സ്കൂട്ടറിൽ പോകുകയായിരുന്ന യുവതി അമിതവേഗത്തിൽ പാഞ്ഞുവന്ന ബൈക്ക് കണ്ട് ഭയന്ന് വശത്തേക്ക് സ്കൂട്ടർ ഒതുക്കിയപ്പോഴാണ് ബൈക്ക് യുവതിയെ ഇടിച്ചു തെറിപ്പിച്ചത്. 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ യുവതി മരണപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ പല ദിവസങ്ങളിൽ ഇതുപോലെ എത്രയെത്ര അപകട മരണങ്ങൾ. യുവാക്കൾ നടത്തുന്ന ബൈക്ക് അഭ്യാസം കാരണം സ്വന്തം ജീവൻ മാത്രമല്ല, കൃത്യമായി റോഡ് നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുന്ന മറ്റുള്ളവരുടെ ജീവൻ കൂടിയാണ് കവരുന്നത്. ചിലർ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുവാൻ റോഡുകളിൽ മരണപ്പാച്ചിൽ നടത്തുകയാണ്. സംസ്ഥാനത്ത് ഇരുചക്ര വാഹനാപകട മരണങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതിലേറെയും ചെറുപ്പക്കാരാണെന്ന യാഥാർത്ഥ്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. കേരള പോലീസിന്റെ 2025 ആഗസ്റ്റിലെ കണക്കനുസരിച്ച് 2048 റോഡപകട മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 35% മരണങ്ങളും ബൈക്ക് അപകടങ്ങളിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിലേറെയും അമിത വേഗത കാരണവും അശ്രദ്ധ കൊണ്ടും ഉണ്ടായവയാണ്. 2024 1237 ബൈക്ക് അപകട മരണങ്ങളാണ് കേരളത്തിൽ നടന്നത്. 2025 ആദ്യത്തെ 7 മാസം മാത്രം ബൈക്ക് അപകടങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം 900-ഓളം വരും. ബൈക്ക് അപകടങ്ങളിൽപ്പെട്ട് ജീവശവമായി കിടക്കുന്നവർ നിരവധിയുണ്ട്. ഓടുന്ന വാഹനങ്ങൾക്കിടയിലേക്ക് തിരികെ കയറുക, റോഡിൽ ബൈക്ക് അഭ്യാസം നടത്തുക തുടങ്ങിയവ കാരണം ഓടിക്കുന്നവരും ഒപ്പം ഇരിക്കുന്നവരും മാത്രമല്ല, കാൽനടക്കാരും മറ്റു വാഹനത്തിലെ യാത്രക്കാരും മരിക്കുന്നുവെന്നത് ഏറെ വേദനാജനകമാണ്. റേസ് ട്രാക്കിലൂടെ വിദഗ്ധരായ ബൈക്ക് റൈഡേഴ്സ് പ്രത്യേക മുൻകരുതലുകൾ എടുത്തു ചെയ്യുന്ന ബൈക്ക് റേസ് കണ്ട് രോമാഞ്ചമണിഞ്ഞ് അതുപോലെ എനിക്കും കഴിയും എന്ന മൂഢചിന്തയിലാണ് ചിലർ റോഡിൽ ഇറങ്ങുന്നത്. ഒന്നോർക്കുക, റോഡ് വേറെ, റേസ് ട്രാക്ക് വേറെ. റേസ് ട്രാക്കിന്റെ നിർമ്മാണ രീതിയല്ല റോഡിൻ്റേത്. നമ്മുടെ റോഡുകൾക്ക് അനുയോജ്യമല്ല സ്പോർട്സ് ബൈക്കുകൾ. ട്രാഫിക് നിയമങ്ങളെ കാറ്റിൽ പറത്തിയാണ് ചില യുവാക്കൾ ചീറിപ്പായുന്നത്. ലോൺ എടുത്തായാലും വലിയ വില വരുന്ന റേസിംഗ് ബൈക്കുകൾ വാങ്ങി സമ്മാനിക്കുന്ന മാതാപിതാക്കൾ ഒരു കാര്യം ഓർക്കണം: നമ്മുടെ റോഡുകൾ റേസ് ട്രാക്ക് അല്ല. റോഡ് നിയമങ്ങളും ഡ്രൈവിംഗ് സംസ്കാരവും നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കേണ്ടതുണ്ട്. ബൈക്കിൽ അഭ്യാസം കാണിക്കുന്നവർ ഒന്നോർക്കുക, നിങ്ങളുടെ ജീവൻ മാത്രമല്ല അപകടത്തിലാകുന്നത്, പല കുടുംബങ്ങളുടെയും ഏക ആശ്രയമായ ജീവനുകൾ കൂടിയാണ്. മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും ചോരത്തിളപ്പിൻ നടത്തുന്ന മരണപ്പാച്ചിലൂടെ നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകരുക മാത്രമല്ല ചെയ്യുന്നത്, മറ്റു പല കുടുംബങ്ങളെയും അനാഥരാക്കുക കൂടിയാണ്.